പറമ്പിക്കാട്ടിൽ കൃഷ്ണമാഷ വീട്ടിലെ പലവിധ തൈകളുണ്ട്. ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്, ചെറുനാരങ്ങ, അങ്ങനെ പലവിധ തൈകളുണ്ട്. നമ്മൾക്ക് അതൊക്കെ ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇപ്പോൾ ഈ പൂവ് 1-2 ദിവസത്തിനുള്ളിൽ വിരിയും. മറ്റുള്ളതെല്ലാം മുട്ടുകളാണ്, ഒരാഴ്ച കൊണ്ട് വിരിയാനുള്ളതാണ്. ഇത് വിരിയുന്നത് രാത്രിയാണ്. നിശാഗന്ധിയുടെ അതേ രീതിയിലുള്ള പൂവായിരിക്കും. വിരിയുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പുറത്തുള്ളത് ഇതിൻ്റെ ആദ്യം വിരിഞ്ഞ പൂക്കൾ 1 മാസം, പൂ വിരിഞ്ഞ 1 മാസം കഴിഞ്ഞാൽ പഴമായിട്ട് മാറും. ഇതൊന്നുകൂടി ചുവപ്പ് കളർ വരാനുണ്ട്. പഴമായി നന്നായി പഴുത്തിട്ടില്ല. പക്ഷെ ഇപ്പുറത്ത് പഴുത്ത് നിൽക്കണ്ടല്ലോ അല്ലേ? പഴുത്തൊക്കെ ഉണ്ട് അല്ലേ? അതിപ്പോൾ സീസണാണിത്. അതായത് മഴ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു സീസണാണ്. ഒരു ജനുവരി മാസത്തോടെ ഇത് പൂവിട്ട് തുടങ്ങും. പിന്നെ ഏകദേശം ഒരു 5-8 മാസം തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പൂവിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പൂടുന്നുണ്ടല്ലോ. ആഗസ്റ്റിലാണ് പൂടുന്നത്. പുതിയ മുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളിവിടെ ഒരു 6 കാലിലേ ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ അതിൻ്റെ ഫ്രെയിം നോക്കാം. ഒരു 8-10 അടി ഉയരമുള്ള വാർക്കക്കാൽ, അതിൻ്റെ മുകളിൽ ടയർ ഫിറ്റ് ചെയ്തിട്ട് ആ ടയറിൽ കൂടി ഇത് മറിഞ്ഞ് കിടക്കണം. കണ്ടോ? എന്നാലാണ് ഇത് ഒടിഞ്ഞു പോവാതെ കൃത്യമായിട്ടുണ്ടാവുള്ളൂ. ഒരു തണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കടയ്ക്ക് നമ്മൾ 4 തണ്ടൊക്കെയാണ് കുഴിച്ചിടുക. ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ഒരു 500 തണ്ടെങ്കിലും ഇതുപോലെ കിടക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് അതിനെ അടുത്ത് നടാനായിട്ട് വെട്ടിയെടുക്കാവുന്നതാണ്. സാധാരണ കായ ഉണ്ടായി കഴിഞ്ഞിട്ടാണിത് പ്രൂൺ ചെയ്യുന്ന പോലെ വെട്ടി കഴിഞ്ഞാലാണ് അടുത്തുണ്ടാകുക. ഇതിൻ്റെ പൂവുണ്ടാകുമ്പോൾ ഏറ്റവും ചെറിയ പൂവ്, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതാണ്. നല്ല വലിപ്പമുള്ള പൂവാണിത്. രാത്രിയിൽ വിരിയുമ്പോൾ നിശാഗന്ധിയുടെ പൂ കണ്ടിട്ടില്ല, വിരിയുന്ന അതേ പൂവ് തന്നെ. പക്ഷേ ഇതിന് പഴം ഉണ്ടാകുന്നു മാത്രം. നല്ല ഷേപ്പുള്ള ഉരുണ്ടതായിരിക്കും. ഒരു 1/2 കിലോ 3/4 കിലോ ഒക്കെ തൂക്കം വരുന്നതാണ്. നല്ല സ്വാദുള്ളതാണ്. ഇത് മലേഷ്യൻ റെഡ്. ഇങ്ങനെ മലേഷ്യയൊക്കെയാണ് ഇതിൻ്റെ രാജ്യം. ശരിക്കും അവിടുന്ന് വരുന്ന ചെടികളാണ്. മാഷ ഇപ്പോൾ എത്ര തൈ കുഴിച്ചിട്ടുണ്ട്? ഇത് നമ്മൾ 6 കാലിലാണ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് കാലിൽ തന്നെ ചെയ്യണം. കാരണം ഇത് ഇടയ്ക്ക് കാല് മറിഞ്ഞൊന്നും പോകാൻ പാടില്ല. കാരണം ഇത് അല്പം മുള്ളുള്ള ചെടിയായതുകൊണ്ട് പിന്നെ നിവർത്തി വയ്ക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ നല്ല ചെയ്യുമ്പോൾ നല്ല ഉറപ്പിൽ ചെയ്യണം. അതിന് മുകളിൽ നമ്മളൊരു കുരിശ് പോലെ കമ്പി ഇട്ടിട്ട് അതിൽ ബൈക്കിൻ്റെ ടയർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആ ടയറിൽ കൂടിയാണത് താഴേക്ക് മറിഞ്ഞ് കിടക്കുന്നത്. അതല്ലെങ്കിൽ അത് മുകളിലേക്ക് ഇങ്ങനെ കയറി പോയാൽ പിന്നെ പഴങ്ങളൊന്നും നമുക്ക് പൊട്ടിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ പഴങ്ങളുടെ സീസണാണ്. അപ്പോൾ സീസൺ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കമ്പുകൾ കുറച്ച് മുറിക്കേണ്ടി വരും. പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇത് കൂടുതൽ തിക്കായി ഇടതൂർന്ന് ഇത്രയധികം വളരാൻ പാടില്ല. നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് ഒരടി പീസിന് 150 രൂപയൊക്കെ വില ഉണ്ടായിരുന്നതാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് ഒരു ഉമ്മർകുട്ടി എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു 50 രൂപയ്ക്കൊക്കെ ഇതിന് തൈകൾ കൊടുക്കാൻ പറ്റും. 1-2 എണ്ണമൊക്കെ കുറഞ്ഞ സ്ഥലത്ത് പോലും, ഇത് ബാൽക്കണിയിൽ പോലും അല്ല ടെറസിലൊക്കെ ചെയ്യാട്ടോ. ചട്ടിയിൽ വെച്ചിട്ട് ഉറപ്പുള്ള ഫ്രെയിം കൊടുത്താൽ മതി. പഴം കഴിച്ചു നോക്കി. കഴിവൊന്നും വേണ്ട. ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ചെറുത് ഒരു 100-150 ഗ്രാം തൂക്കം വരുള്ളൂ. പിന്നെ നഴ്സറികളിൽ നിന്ന് തൈ കിട്ടും, വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ ഇത് കസ്തൂരി മഞ്ഞളാണ്. അതായത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ശരിക്കും ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ പപ്പടത്തിൻ്റെ നിറമായിരിക്കും. ഇത് മുഖസൗന്ദര്യം, അതുപോലെ മുഖത്തെ പാടുകളൊക്കെ കളയാൻ വേണ്ടി ഇത് ഉണക്കി പൊടിച്ച് അല്പം ഒരു 1/2 ഗ്രാം പാലിലോ അല്ലെങ്കിൽ പാൽപ്പാടയിലോ മോരിലോ അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലും കലർത്തി മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ ഒരുവിധം മുഖത്തെ എല്ലാ പാടുകളും പോയി മുഖം നല്ല തിളക്കമുള്ളതായി മാറും. നല്ല വിലയുള്ള സാധനമാണ്. ഇതിൻ്റെ പൊടി 1 കിലോ 3000 രൂപ വിലയുണ്ട്. ഇതിന് വിത്തിന് 1 കിലോ ഒരു 500 രൂപ വരും. നമ്മളിത് ആദ്യം ഈ വർഷം കാര്യമായിട്ട് കൃഷി ചെയ്തില്ല. കഴിഞ്ഞ വർഷം കുറച്ചധികം ഉണ്ടായിരുന്നു. ഈ വർഷം അടുത്ത വർഷം വീണ്ടും കുറച്ച് നന്നായി ചെയ്യണം. ഓക്കെ, നന്നായി ഉണ്ടാവുന്നതാണ്. നമുക്ക് വീടാവശ്യത്തിന് പച്ചമുളകൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. പക്ഷേ ഈ ചെറുനാരകത്തിൻ്റെ ഒരു 3-4 വർഷം പഴക്കമുള്ള ഒരു തൈ ആണത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ധാരാളം ചെറുനാരങ്ങ ഉണ്ടാകുന്നുണ്ട്. ഏത് സീസണിൽ നമുക്ക് നാരങ്ങ കിട്ടുന്നു. അത് നല്ല ക്വാളിറ്റി വലുപ്പമുള്ള നാരങ്ങയാണ്. ഇതെൻ്റെ സുഹൃത്ത് ഒരാൾ VR പുരത്ത് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ മരിച്ചുപോയി.
ആളുടെ വീട്ടിൽ നിന്ന് ഞാൻ ലെയർ ചെയ്ത് കൊണ്ടുവന്ന ഒരു കമ്പ് വേരുപിടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും മാതൃസസ്യത്തിൻ്റെ അതേ ഗുണം കിട്ടും. അയാളുടെ വീട്ടിൽ ഒരു വർഷം ഒരു 5000 വരെയൊക്കെ നാരങ്ങ ഉണ്ടാവുന്ന പറഞ്ഞു, ചെറുനാരങ്ങ ഒരു മരത്തിൽ. ഇതിപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് നന്നായിട്ട് പൂത്തതാണ്. നമുക്കൊരു 10-100 കായ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ വേനൽക്കാലത്തും അതുപോലെ വെള്ളം കുടിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണുള്ളത്. അടുത്ത വർഷം വരുമ്പോൾ നന്നായിട്ടുണ്ടാകും. ചെറുനാരകം ഏറ്റവും നല്ല ക്വാളിറ്റിയാണത്. നാരങ്ങയുള്ള നമ്മുടെ വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒന്ന്. അപ്പോൾ ഇതിനെ നന്നായി നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ പൂട്ട് പെട്ടെന്ന് മരം വലുതാവുന്നുണ്ട്. നമ്മുടെ റെഡ് ലേഡി പപ്പായ തൈകളാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഒരു 3 മാസം ആയുള്ളൂ. പൂട്ട് കായ വിരിയാൻ തുടങ്ങുന്നു. ആ മരത്തിലൊക്കെ നന്നായി പൂട്ട് തുടങ്ങി. ഇത് സ്വാദുള്ള നല്ലൊരു പപ്പായയാണ്. കാരണം അധികം കേടൊന്നും വരാറില്ല. ഞാൻ ഒരു 5-8 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു 50ഓളം മരം ചെയ്ത സമയത്താണ് ഞാൻ ചാലക്കുടിയിലെ മികച്ച ജൈവ കർഷകനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് തന്നെ തിരഞ്ഞെടുത്തത്. അതേത് വർഷം? അതൊരു 6 വർഷം മുന്നാണ്. അപ്പോൾ ഈ പപ്പായ ആർക്കും ചെയ്യാവുന്നതാണ്. ചെറിയ തൈകൾ ഒരു 30-40 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളതിനെ കൃത്യമായി തുടക്കത്തിൽ സംരക്ഷിക്കണം. നന്നായി വളം കൊടുത്ത് ജൈവവളം മാത്രമേ കൊടുക്കണം എന്നുള്ളതിന്. പിന്നെ നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ മിശ്രിതം ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് നമുക്കൊരു എന്തായാലും ഒരു 10-60 കിലോ കായ വെച്ച് കിട്ടും, സാധനം കേട് വരാതിരുന്നാൽ. അപ്പോൾ ഒരു ആദായകരമായ, അതുമല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പഴങ്ങളിൽ ഒന്നാണല്ലോ പപ്പായ. അതെ അതെ. അതെന്താണ് സംഭവിച്ചത്? അല്ല, കുരുടിപ്പ് അത് സാധാരണയ്ക്ക് വരും. അപ്പോൾ നമ്മളതിനൊരു കുരുടിപ്പിനെതിരെയുള്ള ഒരു കീടനാശിനി പോലെ ഒരു സാഫ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. അത് തെളിച്ചാൽ തന്നെ രക്ഷപ്പെടുള്ളൂ. ഇപ്പോൾ നന്നായി വരുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുഴപ്പമില്ല. ബാക്കി മരങ്ങളിലൊന്നും അസുഖം കാണുന്നില്ല. ഈ മരങ്ങളൊക്കെ നന്നായി നിൽക്കുന്നുണ്ട്. ആ 2 പ്ലാവ് തൈകളെ ഒരു പ്രത്യേകനാണ്. കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഇനം പ്ലാവ് ആണ്. സിദ്ധു എന്നാണ് പറയുന്നത്. കർണാടകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഏറ്റവും നല്ല സ്വാദുള്ള ചെറിയ ചക്ക, ഒരു 5-6 കിലോ റെഡ് നിറത്തിലായിരിക്കും, ചുവപ്പ് നിറമുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ 2 കിട്ടി ഇങ്ങനെ നമ്മൾ വെച്ച്. ഇപ്പോൾ അടുത്ത വർഷം, ഈ വർഷം കാച്ചിട്ടില്ല, അടുത്ത വർഷത്തേക്ക് കായാവും തോന്നുന്നു. സിദ്ധു എന്നാണ് അതിന് പേര്. വളരെ പേരുള്ള ഒരു ഇനം പ്ലാവാണത്. ഇത് കർണാടകത്തിലെ തുംകൂർ എന്ന് പറഞ്ഞ ജില്ലയിലെ ഒരു പരമേശ്വരയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പിൽ നിന്ന് ഈ കർണാടക അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു പ്ലാവിനാണത്. അപ്പോൾ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് തൈകളാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്ലാവിൻ്റെ ഉടമസ്ഥനിപ്പോൾ ലക്ഷാധിപതിയോ കോടീശ്വരനായിരുന്നുള്ള രീതിയിലാണെന്നാണ് പറയുന്നത്. ആ വീഡിയോസ് ഉണ്ട് അതിൻ്റെ. സിദ്ധു ജാക്ക് ഫ്രൂട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇതിൻ്റെ കിട്ടും. പക്ഷേ ഈ മരത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇത് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. പക്ഷേ പുല്ല് നട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ പശുക്കളുടെ പ്രധാന ആഹാരം ഇതാണ്. സൈലന്റ് സൂപ്പർ നേപ്പിയർ എന്നൊക്കെ പറഞ്ഞുള്ള ഇനാണ്. നല്ല വളർച്ചയാണ്. അതുപോലെ CO5 ഇതിൻ്റെ ഇടയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു 8 അടി 10 അടി ഉയരത്തിലൊക്കെ ഒരു 1.5-2 മാസം കൊണ്ട് വളർന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പുല്ലരിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു ക്വാളിറ്റിയുള്ള പുല്ലാണിത്. ഇതിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് കൂടുമായിരിക്കും. ഈ വർഷം കൂട്ടിട്ടില്ല. ഈ വർഷം പക്ഷേ ഈ തൈ ഓറഞ്ചാണ്. ഇത് പൂവിട്ടിരുന്നു, പക്ഷെ കായ ഇതുവരെ പിടിച്ചിട്ടില്ല. മൂന്നാറിൽ നിന്ന് നമ്മളൊരു തൈ ഒരിക്കൽ അവിടെ കൃഷി വകുപ്പിൻ്റെ കൂടെ ടൂർ പോയപ്പോഴേ അവിടുന്ന് വാങ്ങി കൊണ്ടുവന്നതാണ്. ഹലോ, ഇത് ചന്ദന തൈകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കൃഷി രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മറയൂരിൽ നിന്ന് കൊണ്ടുവരുന്ന ചന്ദന തൈകളാണ്. ഒരു ഒരടിയോളം ഉയരമുള്ളൊരു തൈയുടെ വില ഏകദേശം 100 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ് ഇത് പെട്ടെന്ന് വളരുന്നുണ്ട്. ഇത് ഏതെങ്കിലും അല്പം മറ്റു മരങ്ങളുടെ ഇടയിൽ കൊണ്ടുവച്ചാലാണ് വേഗം വളരുക. കാരണം ഇതിൻ്റെ വേരുകൾ മറ്റു മരങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്നുണ്ട്. പാരസൈറ്റാണ് ശരിക്കും. അപ്പോൾ ഇവിടെ അല്പം ഒരു കാട് പിടിച്ച സ്ഥലമായതുകൊണ്ടായിരിക്കും നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 2 വർഷമായതാണ്. നമുക്കൊരു 15 വർഷമൊക്കെ ആയാലാണ് ഇതിൽ അല്പം കാതലായി തുടങ്ങിയുള്ളൂ. കാതലായി കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ തൂക്കി വിൽക്കുന്ന മരം എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദനം 1 കിലോ 20,000 രൂപയൊക്കെ വിലയുണ്ട്.
ഗവൺമെൻറ് സംരക്ഷിക്കുന്നൊരു മരം കൂടിയാണ്. അതാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഇത് വെട്ടി വിൽക്കാൻ അനുവാദം കൊടുക്കാത്തത്. കാരണം അത്രയും വിശേഷപ്പെട്ട അമ്പലങ്ങളിലും മരുന്നിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാതൽ, ഇതിൻ്റെ കാതലിനും എല്ലാ ഭാഗത്തും വിലയുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ തൊലിക്കായാൽ പോലും ഡിമാൻഡുണ്ട്. പല മരുന്നുകൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ 4-5 മരങ്ങളുണ്ട് ഇവിടെ. ഇത് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പോഷകസമ്പന്നമായ പഴമാണ് ഇതിലുണ്ടാകുന്നത്. വയനാട്ടിലാണ് ധാരാളം ഉള്ളത്. നമ്മുടെ കാലാവസ്ഥയിൽ ഇത് മിതമായേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഷെയ്ക്ക് അടിച്ച് ഉപയോഗിച്ചാലേ അതിൻ്റെ സ്വാദുള്ളൂ. നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ സാധാരണ കിട്ടുന്നൊരു പഴമാണ്. കിലോ ഒരു 150-200 രൂപ വിലയുള്ള പഴമാണ്. നല്ല സ്വാദുള്ള, വിദേശങ്ങളിലൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പഴമാണ്. നമ്മുടെ നാട്ടുകാർക്ക് ആദ്യം അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇതിന് വില വരുന്നത്. ഇതിപ്പോൾ ഒരു ബഡ് തൈയാണ്. ഇത് പൂവിട്ടിട്ടില്ല. മുകളിൽ വേറൊരു മരം പൂവിട്ടതുണ്ടായിരുന്നു.